സമന്ത എന്ന് പറയുന്ന ആക്ട്രസിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫീനിക്സ് പക്ഷി എന്നുള്ള രീതിയിൽ ഉപമിക്കാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് മോട്ടിവേഷണൽ രീതിയിലുള്ള ഒരു ലൈഫാണ് സമന്ത ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 5 ഇയേഴ്സിൽ തന്നെ സമന്തയ്ക്ക് 2 ട്രാജഡി, വലിയൊരു ട്രാജഡികൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യമാണ്. നാഗചൈതന്യമായിട്ടുള്ള ഡിവോഴ്സ് 2010 ഇവർ പ്രണയത്തിലേക്ക് വരുന്നത്. 2017 അതിനുശേഷം പ്രണയിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവർ മാരേജ് ചെയ്യുന്നത്. എന്നാൽ 2021 ഇവർ രണ്ടുപേരും ഡിവോഴ്സിന് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഫയൽ ചെയ്യുന്നു. 2022 ഡിവോഴ്സ് ആകുന്നു. അതായത് 7 വർഷത്തെ ആ ഒരു പ്രണയം വിത്തിൻ 4 ഇയേഴ്സിൽ തന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് എത്തിച്ചേരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സമന്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാജഡി ആയിരുന്നു. കാരണം അത്രയും വിശ്വസിച്ച് 7 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ അത്രയും ഡീപ്പ് ആയിരിക്കുമല്ലോ. അത്രയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഒരു സംഭവം ഫെയിലായി എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ പുഷ്പ ഒരു പടത്തിൽ സമന്തയുടെ ഒരു കംബാക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു കംബാക്കിന് ശേഷവും ശരിക്കും പറഞ്ഞാൽ സമന്തേനെ മറ്റൊരു ട്രാജഡിയാണ് കാത്തിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗമായിരുന്നു. രോഗത്തിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയോസിറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടല്ലോ, അത് മിസ്റ്റേക്കൺലി അറ്റാക്ക് അവർ ഹെൽത്ത് മസിൽസ്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു രോഗം വരികയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ അത്രയ്ക്ക് നല്ല ഒരു ഇതുണ്ടാവില്ല, അത്രയും ബലം ഉണ്ടാവില്ല. നമ്മുടെ മസിലുകളൊക്കെ ഒരു ഇൻഫ്ലമേഷൻ പോലത്തെ ഒരു സംഭവം വരും. ഇത് വളരെ റെയർ ആയിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. സോ അതിനും സംബന്ധം ഇപ്പോൾ ഓവർകം ചെയ്തിട്ട് വീണ്ടും പടത്തിൽ അഭിനയിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും 2023 ഒരു സമന്ത ഫാൻ സമന്തയുടെ സ്റ്റാച്യു അൺവീൽ ചെയ്തു എന്നുള്ളൊരു കാര്യം. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ സമന്തയുടെ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചു എന്നുള്ളൊരു കാര്യം. സോ അത് സമന്തയുടെ വലിയ അന്ധമായിട്ടുള്ള ഒരു ഫാനൊന്നും അല്ല, മറിച്ച് ആ ഒരു വ്യക്തിയുടെ സമന്തയോടുള്ള റെസ്പെക്ട് കാരണം കൊണ്ട് വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്യു ആയിരുന്നു. ആ ഒരു വ്യക്തിയുടെ ആഗ്രഹപ്രകാരം മാത്രമായിരുന്നില്ല, ആ ഒരു വ്യക്തിയുടെ വൈഫും ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമന്ത ചെയ്ത കാരുണ്യ പ്രവർത്തികൾ കണ്ടിട്ടാണ്, ആ ഒരു കാര്യത്തിന്റെ ബേസിലാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു അവർ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്നത് സമന്തയുടെ ടെമ്പിൾ ഒരു ഫാൻ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്റ്റാച്യു വെച്ചിരിക്കുന്നത് സമന്തയോടുള്ള ആ ഒരു റെസ്പെക്ട് കാരണം കൊണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമന്ത എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിരുന്ന ആ ഫൗണ്ടേഷന്റെ പേരാണ് പ്രത്യുഷ സപ്പോർട്ട് ഫൗണ്ടേഷൻ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഒരു ആൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് പണം ചെലവാകില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന രീതിയിൽ. സോ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള, അതായത് പണം എടുക്കാൻ, അതായത് ചികിത്സിക്കാൻ സാഹചര്യമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഈ പ്രത്യുഷ ഫൗണ്ടേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2010 സമന്തയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ആ ഒരു 2013 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പ്രത്യുഷ ഫൗണ്ടേഷന്റെ ആ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ സമന്ത ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പണങ്ങളും ഡൊണേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ കടകളൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ തന്നെ സമന്തയ്ക്ക് കിട്ടുന്ന എക്സ്ട്രാ ഇൻകം ഒക്കെ ഈ ഒരു ഫൗണ്ടേഷനിലേക്കായിരുന്നു സമന്ത മാറ്റിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഫൗണ്ടേഷനിൽ വേറെ 3 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ഈ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശവും അവരുടെ ഹെൽപ്പും പ്രകാരമാണ് ഈ ഒരു ഫൗണ്ടേഷനെ കൺട്രോൾ ചെയ്തിരുന്നത്. സോ ഈ ഫൗണ്ടേഷന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 2014 കാലഘട്ടങ്ങളിലാണ്. 2014 കാലഘട്ടങ്ങളിൽ സന ബേബി എന്ന് പറയുന്ന ഒരു ചെറിയ കൊച്ച്, ആ ഒരു കൊച്ചിന് പ്രത്യേകപരമായിട്ട് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടായിരുന്നു. സോ പൈസ ഉണ്ടായിരുന്നില്ല ആ ഒരു കുട്ടിയുടെ പാരന്റ്സിന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ലവ് മാരേജ് ആയിരുന്നുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി യാതൊരു തരത്തിലും ആ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സമന്ത ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ തന്നെ സമന്ത ഒരുപാട് പണം ഈ ഒരു ഇതിനു വേണ്ടി മാറ്റുന്നു. ഏകദേശം 15 ലക്ഷം രൂപയാണ് സമന്തയും അതേപോലെ തന്നെ മറ്റു ആളുകളുമായിട്ട് ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു കുട്ടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വിത്തിൻ 2 ഡേയ്സിൽ തന്നെ ആ ഒരു കുട്ടി മരിക്കുകയാണ്. ഈ 2 ഡേ എന്ന് പറയുന്നത് സമന്തയുടെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. അതായത് സമന്ത ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. ഈ ന്യൂസ് അറിഞ്ഞ സമന്ത വളരെ ഷോക്കാണ്. വലിയൊരു ഡിപ്രഷൻ പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് സമന്ത കുറച്ച് നാളുകളിലേക്ക് മാറ്റപ്പെടുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഫുൾ ആൻഡ് ഇത് ഈ ഒരു പ്രത്യുഷ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സമന്തയും ഒരുപാട് ആളുകളും വരികയാണ്. സോ ഒരുപാട് ആളുകൾ വന്നതിന്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നമ്മൾ സ്റ്റാച്യു ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ഈ ആന്ധ്രാപ്രദേശിലുള്ള ഒരു വ്യക്തി സമന്തയുടെ സ്റ്റാച്യു ഉണ്ടാക്കിയെന്ന് പറയുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യക്ഷ ഫൗണ്ടേഷനിലോ 2014 മുതൽ 2018 വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 547 കുട്ടികളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ 2018 മുതൽ 2025 വരെ നോക്കുമ്പോൾ അതിന് ഫുള്ള് ഇതൊന്നും വന്നിട്ടില്ല. പക്ഷെ അപ്പോൾ എന്തുമാത്രം ഉണ്ടായിരിക്കും ഈ ഒരു ഫൗണ്ടേഷനിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ള ഹെൽപ്പ് കിട്ടിയിട്ടുള്ള എന്തുമാത്രം ആളുകളുണ്ടായിരിക്കും. ഈ ഒരു കാരണത്തെ കണ്ടുകൊണ്ടാണ് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ സമന്തയുടെ ആ ഒരു സ്റ്റാച്യു അദ്ദേഹത്തിന് വീട്ടിൽ വെക്കുന്നത്. ഈ അടുത്തിടെ നമ്മുടെ നസ്രിയ നസീം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചില ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സംഭവങ്ങളിലൂടെ, ഒരു മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്, അതെങ്ങനെ പോലും ഞാൻ റിക്കവർ ചെയ്യും
എന്ന് പറഞ്ഞിട്ടൊക്കെ നസ്രിയ നസീം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ സമന്ത അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാ തരത്തിലുള്ള ആശംസകളും സമന്ത അതിന് ആശംസിച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സമന്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഒരു ഡിപ്രഷൻ പോലത്തുള്ള സംഭവങ്ങൾ ഓൾറെഡി സമന്തയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് സമന്ത ആ ഒരു പോസ്റ്റിന് നല്ല രീതിയിൽ റിപ്ലൈ ചെയ്തത്. സമന്തയെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു ഗുഡ് ന്യൂസ് ഇപ്പൊ കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് ഈ ഒരു വർഷം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലാണ്. അതെങ്ങനെയാണ് ആളുകൾ ഐഡന്റിഫൈ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമന്ത ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ സമന്തയുടെ ഈ വർഷത്തെ വാരഫലം എന്നുപോലുള്ള ഒരു സംഭവമായിരുന്നു. സോ ആ വാരഫലത്തിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം ഒരുപാട് പണം എന്നിലേക്ക് വരും എന്നുള്ളൊരു കാര്യവും എന്നെ കെയർ ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളൊരു കാര്യവുമാണ് സമന്ത ആ ഒരു സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഫാൻസ് എല്ലാവരും പറയുന്നത് ഓൾറെഡി ചെറിയൊരു ഗോസിപ്പ് പോകുന്നുണ്ട്, സമന്ത പ്ലസ് ഒരു ഡയറക്ടർ ഒരു ഗോസിപ്പ് പോകുന്നുണ്ട്. സോ സമന്തയുടെ ഫാൻസ് പറയുന്നത് ആ ഒരു ഡയറക്ടറുമായിട്ട് മാരേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ അവർ ആ ഒരു ഇതിനെ നല്ല രീതിയിൽ കാണുകയും ചെയ്യുന്നു. ആ ഡയറക്ടറിന്റെ പേര് എന്തായാലും പറയുന്നില്ല, അത് ഓൾറെഡി ഗോസിപ്പിലുള്ള ഒരു സംഭവമാണ്. അത് അവർ ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമൊന്നും സമന്തയായാലും ആ ഡയറക്ടർ ആയാലും ഇതുവരെയായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗോസിപ്പ് എന്ന രീതിയിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമന്തയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ ഒരു കോളേജിലൊക്കെ ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു പിള്ളേരുകളെ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് സമന്ത ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നിങ്ങളുടെ മോഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അതൊരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം സമന്ത പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സമന്ത ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എൻ്റെ വിജയങ്ങളിലൊക്കെ ഞാൻ കൂടുതലായിട്ട് അഗ്രസീവ് ആയിട്ടുള്ളൂ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്തുള്ളൂ. മറിച്ച് എൻ്റെ നെഗറ്റീവ് എക്സ്പീരിയൻസുകളാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സമന്ത മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ സമന്തയെ വിസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഡിപ്രഷൻ പോലെയുള്ളതായാലും ഞാൻ പറഞ്ഞ മുമ്പത്തെ രോഗങ്ങളായാലും ഈ ഒരു കാര്യങ്ങളിലൊക്കെ സംബന്ധ ഒരു യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിലൂടെ എങ്ങനെ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്യാം, എങ്ങനെ പല രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് സംബന്ധയുടെ ഫാൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സംബന്ധയുടെ ബയോഗ്രഫി കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യുഷ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതിലൂടെ എന്തുമാത്രം ആളുകൾക്കാണ് സഹായം ലഭിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണുന്നത്. നമ്മളുടെ ഒരുപാട് നടന്മാരും നടന്മാരൊക്കെ ഉണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേപോലത്തെ സെലക്റ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് അതിലൂടെ സക്സസ് ആകുക എന്നുള്ളത്, അതിലൂടെ ഒരുപാട് ആളുകൾക്ക് നന്മയാകുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സമന്തയ്ക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. ഇതുപോലെ ഒരുപാട് ആളുകളെ സഹായിക്കുവാനുള്ള മനസ്സും സ്പിരിച്വൽ പവറും ഹെൽത്തും മറ്റു രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തിനെ കൊണ്ട് ചെയ്യുക എന്നതിനായിട്ട് ഉപരി ഒരു സെലിബ്രിറ്റിയൊക്കെ അത് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമാകും. ഒരുപാട് ആളുകൾ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇതേപോലത്തെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമന്തയ്ക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.